നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ അള്ളാഹു ഇളവ് കൊടുക്കുന്നുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹ് കമാ യുഹിബ്ബു റബ്ബുന വയർള. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ വാക്കുകൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, സാബി എന്ന് പറയുന്ന ഒരു വ്ളോഗുകാരൻ മുസ്ലിയാരുട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നബിദിനാഘോഷത്തിന് തെളിവ് എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്നും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ നിന്നുമൊക്കെ പലതും ഉദ്ധരിച്ച് തോന്നിയ അർത്ഥവും ആശയവും പറഞ്ഞുകൊണ്ട് ദുർവ്യാഖ്യാനിച്ച് പാവപ്പെട്ട ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ഇത്തരം കളവുകൾ പറഞ്ഞ് നിരന്തരമായി കളവുകൾ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും രണ്ടാമതും നിങ്ങളുടെ മുമ്പിൽ എനിക്ക് വരേണ്ടി വന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന കുറേ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പലരും മെസ്സേജാണ് അയച്ചത്. എന്നിട്ട് അവർ പറഞ്ഞത്, ഉസ്താദെ, നിങ്ങൾ എന്താണെങ്കിലും ഇയാൾക്ക് മറുപടി പറയണം. കാരണം ഇയാൾ അല്പം നിലവാരമുള്ള ഒരാളാണ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഇയാളുടെ യാത്രയും മറ്റുമൊക്കെ ഞങ്ങൾ കണ്ടു തുടങ്ങുകയും ഇദ്ദേഹത്തിൻ്റെ ചാനൽ ഫോളോ ചെയ്യുകയും അതല്ലെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇയാൾ ഒരു ലോക്കൽ മുസ്ലിയാരേക്കാൾ തരം താഴ്ന്നു പോയിട്ടുണ്ട്. ഇയാൾക്ക് ആരൊക്കെയോ എഴുതി കൊടുക്കുന്ന നോട്ടുകൾ അത് കൃത്യമായി പഠിക്കാതെ, സാധാരണ നമ്മുടെ നാട്ടിൽ ചില മുസ്ലിയാക്കന്മാർ വളരെ നിലവാരം കുറഞ്ഞ ദുർവ്യാഖ്യാനം നടത്താറുണ്ടല്ലോ, ഖുർആനും സുന്നത്തൊക്കെ. ആ ദുർവ്യാഖ്യാനത്തേക്കാൾ തരം താഴ്ന്ന നിലക്കുള്ള അവതരണമാണ് ഇയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സത്യം ജനങ്ങൾ മനസ്സിലാക്കട്ടെ എന്നൊക്കെ സാധാരണ പല ആളുകളും അഭിപ്രായം പ്രകടിപ്പിച്ചു കൊണ്ടിരിക്കുന്നൊരവസ്ഥ കൂടിയുണ്ട്. ഇത്തരം വ്ളോഗർമാരും അതേപോലെ ചരിത്രം പറയുന്ന ആളുകളുമൊക്കെ പലപ്പോഴും ജനങ്ങളെ ഈ രൂപത്തിലാണ് വഞ്ചിക്കാറുള്ളത്. അത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ഇവർക്ക് വളരെ പിഴച്ച ആശയങ്ങളുണ്ടാവും, പക്ഷേ അത് ആദ്യമൊന്നും ഇവർ പ്രകടിപ്പിക്കില്ല. പിന്നെ ഇവരുടെ ചരിത്രാവതരണത്തിനിടയിലും അതേപോലെ യാത്രാ വീഡിയോ ചെയ്യുന്നതിനിടയിലുമൊക്കെ അവരുടെ തനി നിറം പുറത്തേക്ക് വരാൻ തുടങ്ങും. അതാണിപ്പോൾ ഈ വ്ളോഗുകാരൻ മുസ്ലിയാരുടെ വിഷയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് യൂനിസിലെ ആയത്ത് ഓതിയിട്ടാണ് ഈ മുസ്ലിയാർ എന്ത് ചെയ്തത്, നബിദിനാഘോഷത്തിന് തെളിവാണ് എന്ന് പറഞ്ഞത്. കൃത്യമായ നിലക്ക് നമ്മൾ മറുപടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതിനദ്ദേഹം പ്രതികരിച്ചത് ഇതുവരെ കണ്ടില്ല. അതുകൊണ്ട് വ്യക്തമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അവസാനമായി എനിക്ക് കിട്ടിയ ഒരു വീഡിയോ, അതിലദ്ദേഹം പറയുന്നത് റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിച്ചാൽ സ്വർഗം കിട്ടുമത്രേ. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. എന്നിട്ട് അതിന് അയാളൊരു തെളിവ് പറയുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം, ആ ജനന വിവരം ആദ്യമായി പറഞ്ഞ സുവൈബത്ത് എന്ന് പറയുന്ന അടിമ, ആ അടിമയെ അബൂലഹബ് മോചിപ്പിച്ചപ്പോൾ അബൂലഹബിന് സ്വർഗത്തിൽ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട് എന്നാണ് ഈ മുസ്ലിയാർ, അതല്ലെങ്കിൽ ഈ വ്ളോഗുകാരൻ മുസ്ലിയാർ കുട്ടി തട്ടുവിട്ടിട്ടുള്ളത്. ഏതാണെങ്കിലും നമുക്കതിൻ്റെ യാഥാർത്ഥ്യം പരിശോധിക്കാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് കാര്യം പറയുകയാണെങ്കിലും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുക. അതുകൊണ്ട് ഇദ്ദേഹം ഈ ഉന്നയിച്ച തെളിവ് അത് എത്രമാത്രം സത്യസന്ധമാണ്, ഇയാൾ എത്രമാത്രം സത്യം പറഞ്ഞിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. ഈ വീഡിയോയിലേക്ക് നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. حتى يتبين لهم أنه الحق. ഏതാണെങ്കിലും വ്ളോഗുകാരൻ മുസ്ലിയാർ അദ്ദേഹം തന്നെ പറയട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കി പറയാം. റബീഉൽ അവ്വലിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിൽ സന്തോഷിക്കുന്നത് സ്വർഗം കിട്ടാൻ പോലും കാരണമാവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? വിശ്വസിക്കൂല മോനെ. സാബി പറഞ്ഞതുകൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വസിക്കൂല. കാരണം എന്താണെന്നറിയോ, ഞങ്ങളുടെ പ്രവാചകൻ, ഞങ്ങളുടെ ജീവൻ്റെ ജീവനായ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട് മോനെ. അതെന്താണെന്നറിയോ, നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏതൊക്കെ സൽക്കർമ്മങ്ങളുണ്ടോ, നിങ്ങളെ നരകത്തിൽ നിന്ന് വിദൂരമാക്കുന്ന ഏതൊക്കെ തിന്മകളുണ്ടോ നിങ്ങൾ ഒഴിവാക്കേണ്ടത്, എല്ലാം ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുകയും സ്വർഗത്തിലേക്ക് അടുപ്പിക്കാവുന്ന ഏതൊക്കെ നന്മകളുണ്ടോ അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്തിട്ടുണ്ട് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്ക് പോകാനുള്ള നന്മകളിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞിട്ടില്ല മോനെ എന്ത്, റബീഉൽ
റബിയുൽ അവ്വൽ മാസം വരുമ്പോൾ, അതല്ലെങ്കിൽ റബിയുൽ അവ്വൽ 12 വരുമ്പോൾ അതിന് പ്രത്യേക മതമഹത്വം നൽകി അന്ന് എൻ്റെ ജന്മദിനം നിങ്ങൾ ആഘോഷിച്ച് അതിൽ സന്തോഷിച്ചാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരാത്തത് കൊണ്ട് തന്നെ നിങ്ങളെപ്പോലെയുള്ള ചില കള്ളവാദികൾ വന്ന് പറയുന്നത് വിശ്വസിക്കാൻ ബുദ്ധിയും വിവേകവുമുള്ള ഞങ്ങളെ കിട്ടൂല. എന്നാൽ ചിലപ്പോൾ സമസ്തക്കാരിൽ ചില ആളുകളെ കിട്ടിയേക്കാം. അവർക്ക് തെളിവല്ല പ്രശ്നം, അവർക്ക് തലീക്കെട്ടും അതേപോലെ തന്നെ തോപ്പും അതേപോലെ ആ രൂപത്തിലുള്ള വസ്ത്രക്കെട്ട് ആരെങ്കിലും വന്ന് എന്തെങ്കിലും കളവ് പറഞ്ഞാൽ അത് അപ്പടി വിശ്വസിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ ഫോളോ ചെയ്യുന്നവരിൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അവരെ നിങ്ങൾക്ക് പറഞ്ഞു പറ്റിക്കാം. പക്ഷെ തെളിവുകളുടെ പിന്നാലെ പോകുന്ന, തെളിവുകൾക്ക് പ്രാധാന്യം നൽകുന്ന ഞങ്ങളെ അത് പറഞ്ഞു പറ്റിക്കാൻ നടക്കൂല, ഞങ്ങളത് വിശ്വസിക്കുകയുമില്ല. ഏതാണെങ്കിലും മുസ്ലിയാരുട്ടി തുടരട്ടെ. കാരണം സ്വഹീഹ് ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം, നരകാവകാശി എന്ന് റസൂൽ നേരിട്ട് പറഞ്ഞ കാഫിറായ അബൂലഹബ് തന്റെ സഹോദരൻ അബ്ദുള്ളക്ക് മുഹമ്മദ് എന്ന ഒരു മകൻ ജനിച്ചു എന്ന സന്തോഷ വാർത്ത വന്ന് ആദ്യം പറഞ്ഞ സുഹൈബത്തുൽ അസ്ലമി എന്ന തന്റെ അടിമ സ്ത്രീയെ മോചിപ്പിച്ചിരുന്നു. നബി ജന്മം കൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും അദ്ദേഹത്തിന്റെ ശിക്ഷയിൽ അല്ലാഹു ഇളവ് കൊടുക്കുന്നുണ്ട്. ഹദീസിൽ തന്നെ കാണാം, തിരുനബിയുടെ മൂത്താപ്പ അബൂലഹബിന്റെ മരണശേഷം മോശമായ രൂപത്തിൽ ചില ബന്ധുക്കൾക്ക് സ്വപ്നത്തിൽ ദർശിച്ചപ്പോൾ അവർ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്. അതിന് അബൂലഹബ് കൊടുത്ത മറുപടി, സുഹൈബയെ മോചിപ്പിച്ച കാരണത്താൽ എനിക്ക് പാനീയം നൽകപ്പെടുന്നു എന്നല്ലാതെ മറ്റൊരു സുഖവും എനിക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നബിയുടെ ജന്മദിനത്തിൽ സന്തോഷിച്ചതിന്റെ പേരിൽ ഒരു കാഫിറിന് പോലും ശിക്ഷയിൽ ഇളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുസ്ലിമായ നമുക്ക് അള്ളാഹു പ്രതിഫലം തരില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇങ്ങനെ കളവ് പറഞ്ഞു വഞ്ചിക്കണോ നിങ്ങൾ? പരലോകബോധമില്ലേ? പരലോകബോധമില്ലേ? ഇവിടുന്ന് ലൈക്ക് മതിയോ? ഇവിടുന്ന് കുറേ വ്യൂവേഴ്സ് ഉണ്ടായാൽ മതിയോ? പരലോകത്തെ രക്ഷപ്പെടേണ്ട മുസ്ലിയാരെ, കളവുകളുടെ മാലപ്പടക്കമാണ് ഈ സാബി എന്ന് പറയുന്ന മുസ്ലിയാർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമതായി ഈ വിഷയത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇയാളെ ഹദീസാണ് എന്ന് പറഞ്ഞ് ഉദ്ധരിച്ച ഈ സംഗതി ഉണ്ടല്ലോ, സത്യത്തിൽ അത് ഹദീസല്ല. ബുഖാരിയിൽ നിന്നാണല്ലോ ഉദ്ധരിച്ചത്. ഹദീസല്ല. ഹദീസാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പര വേണം. അതാണ് ഹദീസിന് മുഹദ്ദിസുകൾ നൽകിയ സാങ്കേതികമായ നിർവചനം. അതില്ല. മറിച്ച് ഇമാം ബുഖാരിയുടെ ഹദീസ് ഗ്രന്ഥത്തിൽ സ്വഹാബികളുടെ വാക്കുകളുണ്ട്, അതേപോലെ താബിഉകളുടെ വാക്കുകളുണ്ട്. അതിനൊക്കെ അസർ എന്നാണ് പറയുക. എന്നാൽ മൊത്തത്തിൽ ചിലപ്പോൾ ഇതിനൊക്കെ പെട്ടെന്ന് പറയുമ്പോൾ അതല്ലെങ്കിൽ മൊത്തത്തിൽ പറയുമ്പോൾ ഹദീസ് എന്ന് പറഞ്ഞേക്കാം. ഞാൻ അതിനെ എതിർക്കുന്നില്ല. പക്ഷേ മുഹദ്ദിസുകളുടെ സാങ്കേതിക ഭാഷയിൽ ഇയാൾ പറഞ്ഞത് ഹദീസ് ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വൈജ്ഞാനിക സത്യസന്ധതയ്ക്ക് അതേപോലെ തന്നെ ജനങ്ങളോട് പറയണം എന്നാണ് ഈ മുസ്ലിയാരോട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾ ഈ ഉദ്ധരിച്ച സംഭവം ഉണ്ടല്ലോ, ആ സംഭവത്തിൻ്റെ വിഷയത്തിൽ മുസ്ലിയാരെ ശരിക്കും നോട്ട് ചെയ്തോ, 3 വമ്പൻ ഹിമാലയൻ കളവുകളാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് നിങ്ങൾ പറഞ്ഞ കളവ്? 1, എല്ലാ തിങ്കളാഴ്ചയും എന്ന് നിങ്ങൾ ഈ പറഞ്ഞ സംഭവത്തിലില്ല. എല്ലാ തിങ്കളാഴ്ചയും കൂൾ ഡ്രിങ്ക്സ് കിട്ടുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നിങ്ങൾ ഉദ്ധരിച്ച ആ സംഭവത്തിൽ, നിങ്ങളുടെ റീലിൽ നിങ്ങൾ എഴുതി കാണിച്ച ആ ഹദീസിൽ എല്ലാ തിങ്കളാഴ്ചയും എന്നൊരു വാചകം കാണിച്ചു തരാൻ മുസ്ലിയാരെ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ? ഉണ്ടെങ്കിൽ കാണിച്ചതാ. ഒന്നാമത് നിങ്ങൾ പറഞ്ഞ കളവ്. 2, ജനനത്തിൽ സന്തോഷിച്ചത് കൊണ്ടാണ് അബൂലഹബ് അടിമയെ മോചിപ്പിച്ചതെന്ന് ആ ഹദീസിൻ്റെ അതല്ലെങ്കിൽ ആ സംഭവത്തിൻ്റെ ഏതെങ്കിലും ലഫ്ലുകളിൽ വാചകങ്ങളിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? എന്തിനാണ് ഈ കളവ് പറയുന്നത്? 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന വിവരം ആദ്യമായി വന്ന് പറഞ്ഞത് സുവൈബത്ത് എന്ന് പറയുന്ന അടിമയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് നിങ്ങൾ വായിച്ച ആ സംഭവത്തിൽ കാണിക്കാൻ നിങ്ങൾക്ക് നട്ടെല്ലുണ്ടോ? ഞാൻ അങ്ങനെ തന്നെ ചോദിക്കട്ടെ. കാരണം ഇയാളെ ബഹുമാനിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഞാനിത് ഇങ്ങനെ പറയാൻ കാരണം, നമുക്ക് ഇയാളേക്കാൾ സ്നേഹമുള്ളത് അള്ളാൻ്റെ റസൂലിനോടും അള്ളാൻ്റെ ദീനിനോടാണ്. അതുകൊണ്ട് ഇതേപോലെയുള്ള ദജ്ജാലുകൾ വന്ന് കളവ് പറയുമ്പോൾ കുറച്ച് കർശനമായ നിലയ്ക്ക് തന്നെ പറയേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത്. അതല്ലാതെ അയാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയല്ല. നമുക്ക് സത്യത്തോടാണ് കൂറ്. ഞാൻ ചോദിക്കട്ടെ, 3 കളവുകൾ ആ വിഷയത്തിൽ നിങ്ങൾ പറഞ്ഞു. ഒന്നുകൂടെ ഞാൻ പറയാം. സംഭവത്തിൽ എല്ലാ തിങ്കളാഴ്ചയും എന്നില്ല. 2, ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ടാണ് അബൂലഹബ് മോചിപ്പിച്ചത് എന്നില്ല. 3, ആദ്യം നബിയുടെ ജനനവിവരം അറിയിച്ചത് സുവൈബത്താണ് എന്നും ആ സംഭവത്തിൽ ഇല്ല. ഞാനത് വെറുതെ പറയുന്നതല്ല. ഞാൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ആ സംഭവം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ വായിച്ചു തരാം. അതിൽ ആ പദം ഉണ്ടോ എന്നുള്ളത് ശ്രോതാക്കൾ പരിശോധിച്ചോ. ഞാനാണോ അയാളാണോ കളവ് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഇതാ നിങ്ങൾ ആ സംഭവമാണ് കാണുന്നത്. ഞാനത് വായിച്ച അർത്ഥം പറഞ്ഞു തരാം കേട്ടോ. ഖാല ഉർവ എന്ന് പറയുന്ന താബിയുകളിൽപ്പെട്ട ആൾ പറയാണ്, വസുവൈബത്തുൻ മൗലാത്തുൻ ലി അബീ ലഹബിൻ. സുവൈബ എന്ന് പറയുന്ന അടിമസ്ത്രീ അബൂലഹബിൻ്റെ അടിമസ്ത്രീയാണ്. കാന അബൂലഹബിൻ അഅ്തഖഹ. അബൂലഹബ് അവരെ മോചിപ്പിച്ചു. കണ്ടോ, അവിടെ എവിടെയെങ്കിലും സന്തോഷം പ്രകടിപ്പിച്ചിട്ടാണ് മോചിപ്പിച്ചത് എന്നുണ്ടോ? ഇല്ല. ഫഅർളഅത്തി നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുവൈബ നബിക്ക് എന്ത് ചെയ്തു? മുലയൂട്ടി.
അവിടെ എവിടെയും തിങ്കളാഴ്ച എന്നുമില്ല, സന്തോഷം പ്രകടിപ്പിച്ചത് എന്നുമില്ല, ആദ്യമായി വന്ന് പറഞ്ഞത് സുവൈബയാണ് എന്നുമില്ല. എന്നിട്ട് കേട്ടോ, ഫലമ്മാ മാത്ത അബൂലഹബിൻ, അബൂലഹബ് മരിച്ചപ്പോൾ ഉരിയഹു ബഅദു അഹ്ലിഹി, അദ്ദേഹത്തിൻ്റെ ചില ആളുകൾക്ക് സ്വപ്ന ദർശനമുണ്ടായി. ബിശരി ഹിബത്തിൻ, അദ്ദേഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസജനകമായ അവസ്ഥയെ സംബന്ധിച്ച് കുടുംബത്തിലെ ചില ആളുകൾ സ്വപ്നം കണ്ടു. കാലലഹു, എന്നിട്ട് ആ സ്വപ്നത്തിൽ ചോദിക്കുകയാണ്, സ്വപ്നകഥ കേട്ടോ, ചോദിക്കുകയാണ്, മാതാ ലഖീത, എന്താണ് നീ കണ്ടുമുട്ടിയത്, നീ അനുഭവിക്കുന്നത് എന്താണ്? അപ്പോൾ കാല അബൂലഹബ്, അബൂലഹബ് പറഞ്ഞു, ലം അൽക ബഅദകും ഗൈറ അന്നി സുഖീതു ഫി ഹാദിഇ ബി ഇതാഖതി സുവൈബ, സുവൈബത്തിനെ മോചിപ്പിച്ചതിൻ്റെ പേരിൽ എനിക്ക് പാനീയം കുടിപ്പിക്കപ്പെടുന്നു എന്നല്ലാതെ വേറെ ഒരു നന്മയും വേറെ ഒരു സുഖവും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അബൂലഹബ് പറയുകയും ചെയ്തു. ഇതാണ് ഇപ്പോൾ സ്വപ്നകഥ. മനസ്സിലായോ? ഇതൊരു ഹദീത്ത് തന്നെയല്ല. മനസ്സിലായില്ല നിങ്ങൾ? ഇതിലൊന്നും ഇയാൾ ഈ പറഞ്ഞ സംഭവം ഒന്നുമില്ല, പറഞ്ഞ് ജനങ്ങളെ വഞ്ചിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ ഈ മുസ്ലിയാരോട്, ഇത് രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മത്തിൽ സന്തോഷിച്ച് നബിദിനാഘോഷം നടത്താനുള്ള തെളിവാണെന്ന് ഇമാം ബുഖാരിക്ക് മനസ്സിലായോ മുസ്ലിയാരെ? നിങ്ങളെപ്പോലെയുള്ള ആളുകൾ കളവ് പറയാ, സന്തോഷിച്ചാൽ സന്തോഷം പ്രകടിപ്പിച്ച പ്രതിഫലം കിട്ടുന്നു. ഇമാം ബുഖാരിക്ക് അത് മനസ്സിലായില്ലേ? ഇമാം ബുഖാരിയുടെ ഹദീസിന് ഷറഹ് നൽകിയ ഫതുഹുൽ ബാരി മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്, അദ്ദേഹത്തിന് മനസ്സിലായോ? അത് ഉത്തമ നൂറ്റാണ്ടിലെ മഹാന്മാരായ വിവരമുള്ള തഖ്വയുള്ള പണ്ഡിതന്മാർ അവരാരെങ്കിലും ഇത് നബിദിനാഘോഷത്തിന് തെളിവായോ? തെളിവാക്കിയോ? ആക്കിയിട്ടില്ലല്ലോ മുസ്ലിയാരെ. മാത്രമല്ല, നിങ്ങളിപ്പോൾ പല പണ്ഡിതന്മാരുടെ പേര് പറഞ്ഞില്ലേ, വഞ്ചിക്കല്ലേ. ഇത് ഇമാം ബുഖാരിയുടെ ഈ സംഭവത്തിന് ഷറഹ് നൽകിയ ഫതുഹുൽ ബാരിയിൽ ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് എന്താ? ഈ സംഭവത്തിൽ കാഫിറുകൾക്ക്, അവിശ്വാസികൾക്ക് അവരുടെ ചില സൽക്കർമ്മങ്ങൾ കൊണ്ട് പ്രയോജനം കിട്ടും എന്ന് ഈ സംഭവത്തിലുണ്ട്. ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ലാകിന്നഹു മുഖാലിഫുൽ ലിളാഹിരിൽ ഖുർആൻ, അത് ഖുർആനിൻ്റെ പ്രത്യക്ഷമായ ആശയത്തിന് തന്നെ അത് എതിരാണെന്ന് ഇബ്നു ഹജർ പറഞ്ഞില്ലേ മുസ്ലിയാരെ? പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്നിട്ട് അദ്ദേഹം തെളിവ് ധരിക്കുകയാണ്, വഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, പരലോകത്ത് അല്ലാഹു കാഫിറുകളുടെ അമലുകളെ ധൂളികളാക്കി പറത്തിവിടുമെന്ന് അല്ലാഹ് പറഞ്ഞില്ലേ? ആ ആയത്തിനും ആശയത്തിനും ഇത് ഖുർആനിനെതിരാണെന്നാണ് ഹാഫിൽ ഇബ്നു ഹജർ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇത് സത്യത്തിൽ ഇതിൻ്റെ സനദിന് തന്നെ തകരാറുണ്ട്. ഇനി അത് മൗസൂലാണെന്ന് സങ്കല്പിച്ചാൽ തന്നെ അത് റുയാമനാമാണ്, സ്വപ്ന ദർശനമാണ്. ഫലാ ഹുജ്ജത ഫീഹി, അതിൽ തെളിവില്ല എന്നല്ലേ അൽ ഹാഫിൽ ഇബ്നു ഹജർ പറഞ്ഞത്? ഇതൊക്കെ മറച്ചു വെച്ചിട്ട് പാവപ്പെട്ട ജനങ്ങളെ വഞ്ചിക്കുകയാണല്ലേ മുസ്ലിയാരെ. സ്വപ്നം എന്ന് പറയുന്നത് ആരും കാണാം, അതിന് തടസ്സമൊന്നുമില്ല. പക്ഷേ ആ സ്വപ്നം തെളിവാണോ അല്ലേ, അതാണ് അടിസ്ഥാനം. നിങ്ങൾ ഉസൂല് പഠിച്ചിട്ടുണ്ടോ? ഉസൂല് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇപ്പം സ്വപ്നം കാണാം, ഈ കണ്ടതുപോലെ നരകത്തിൽ നടന്നിട്ടുണ്ടോ? അങ്ങനെ നടക്കുമോ? ഇത് വിശ്വാസപരമായ കാര്യമാണല്ലോ. സ്വർഗം, നരകം, അവിടെയുള്ള ശിക്ഷ, അവിടെ ആർക്കൊക്കെ ശിക്ഷ കിട്ടുക, ആർക്കൊക്കെ കിട്ടാതിരിക്കുക, ഇതൊക്കെ വിശ്വാസപരമായ കാര്യമാണ്. ഈ വിശ്വാസപരമായ ഒരു കാര്യം അബൂലഹബിന് ഈ രൂപത്തിലുള്ള ഒരവസ്ഥ നാളെ നരകത്തിലുണ്ട് എന്ന് വിശ്വസിക്കാൻ, ആ വിശ്വാസം രൂപപ്പെടുത്താൻ നിങ്ങൾ എങ്ങനെയാണല്ലോ വിശ്വസിക്കുന്നത്, അതിന് നിങ്ങൾക്ക് ഇത് തെളിവാണോ? ഇത് ഇസ്ലാമിൽ തെളിവാണോ? അങ്ങനെ ഈ സ്വപ്ന ദർശനം കൊണ്ടൊരു തെളിവ് ഇസ്ലാമിൽ പിടിക്കാൻ പറ്റുമോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? മുസ്ലിയാരെ, നിങ്ങളൊന്ന് പഠിക്ക് ശരിക്ക്. കർമ്മപരമായ വിശ്വാസമാണല്ലോ ഏറ്റവും പ്രധാനം, അതിന് താഴെയാണ് കർമ്മശാസ്ത്രം. കർമ്മശാസ്ത്രപരമായ ഒരു വിഷയത്തിൽ പോലും ഹുക്കുമ് പറയാൻ സഹാബിയുടെ അടിവരട്ടോ, സഹാബിയായ ഒരാളുടെ പോലും സ്വപ്ന ദർശനം തെളിവല്ല എന്ന് ജനങ്ങളെ പഠിപ്പിക്കുന്ന സമസ്തക്കാരിൽപ്പെട്ട ഒരു മുസ്ലിയാരുട്ടിയാണ് ജനങ്ങളോട് വന്ന് ഈ കളവ് പറയുന്നത്. ഞാൻ വെറുതെ അല്ല പറയുന്നത്. ഇതാ നിങ്ങൾ കണ്ടോ, സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഷാഫിഈ മദ്ഹബ് എന്ന് പറയുന്ന പുസ്തകമാണ്. ഇതാരെ എഴുതിയെന്നറിയോ? AP വിഭാഗത്തിൻ്റെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ പുസ്തകമാണ്. SYS ബുക്സ് ആണ് ഈ ബുക്ക് പുറത്തിറക്കിയിട്ടുള്ളത്. ആ പുസ്തകത്തിന് അവതാരിക എഴുതിയ AP അബൂബക്കർ മുസ്ലിയാർ, സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. ഈ അബൂബക്കർ മുസ്ലിയാർ അതിൻ്റെ അവതാരികയിൽ എഴുതുന്നത് കേട്ടോ, ഞങ്ങൾ പറയുന്നതല്ല. ഇമാം ഷാഫിഈയും സ്വപ്നവും എന്ന അധ്യായത്തിൻ്റെ സമർത്ഥനം വളരെ നന്നായിട്ടുണ്ട്. അമ്പിയാക്കളൊഴിച്ചുള്ളവരുടെ സ്വപ്നങ്ങൾ ഇസ്ലാമിൽ രേഖയല്ല. അല്ലാഹു അക്ബർ. അമ്പിയാക്കൾ ഒഴികെയുള്ള ആളുകളുടെ സ്വപ്നം ഇസ്ലാമിൽ രേഖയല്ല. സ്വപ്നം അടിസ്ഥാനമാക്കി ശറഇൽ ഒരു നിയമം സ്ഥിരപ്പെടില്ലെന്ന് ചുരുക്കാം. സ്വപ്നത്തെ അടിസ്ഥാനമാക്കി ശറഇൽ ഒരു നിയമം സ്ഥിരപ്പെടുകയില്ലെന്ന് ചുരുക്കാം.
ഇസ്ലാമിക വിധികൾ, കർമ്മശാസ്ത്ര നിദാനങ്ങളിൽ വാജിബ്, സുന്നത്ത്, ഹറാമ്, കറാഹത്ത്, മുബാഹ് എന്നിങ്ങനെ 5ആയി വിഭജിച്ചിട്ടുണ്ട്. ഒരു കാര്യം വാജിബെന്നോ സുന്നത്തെന്നോ മറ്റോ തീരുമാനിക്കുന്നതിലുള്ള രേഖയായി സ്വപ്നം അവലംബിച്ചുകൂടാ. എന്നാൽ അംബിയാഇന്റെ സ്വപ്നദർശനം രേഖയായി പരിഗണിക്കുന്നതാണ്. സഹാബിയുടെ സ്വപ്നവും രേഖയായി പരിഗണിക്കപ്പെടില്ല. കണ്ടോ, സഹാബിയാണ് സ്വപ്നം കണ്ടതെങ്കിൽ പോലും ആ സഹാബിയുടെ സ്വപ്നം പോലും രേഖയായി പരിഗണിക്കൂല. കർമ്മശാസ്ത്ര വിഷയങ്ങൾക്ക് പോലും ഒരു ഹുക്മ് നിർദ്ധരിച്ചെടുക്കാൻ സ്വപ്നത്തെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണെങ്കിൽ പോലും ആ സഹാബിയുടെ സ്വപ്നം അതിന് രേഖയല്ല എന്ന് പറയുന്നത് ആരാണ്? സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ. തള്ളാനാകുമോ? എന്നിട്ട് ഇത് കർമ്മശാസ്ത്രമല്ല, ഇത് വിശ്വാസമാണ്. നരകവും സ്വർഗവും അതേപോലെ അവിടെ നടക്കുന്നതും അവിടെ ആർക്കൊക്കെ ശിക്ഷ കിട്ടും ശിക്ഷ കിട്ടാതിരിക്കും എന്ന ഒരു വിശ്വാസപരമായ കാര്യം രൂപപ്പെടുത്തി വെക്കാൻ വേണ്ടി ആ ഒരു വിശ്വാസപരമായ കാര്യത്തിന് ഇയാൾ തെളിവുദ്ധരിക്കുകയാണ്. എന്താ തെളിവുദ്ധരിക്കുന്നത്? അത് അബൂലഹബിന് സ്വർഗത്തിൽ ഡ്രിങ്ക്സ് നരകത്തിൽ ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്, സ്വർഗത്തിൽ നിന്നുള്ള ഡ്രിങ്ക്സ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ തലയിൽ എന്താ ഉള്ളത് മുസ്ലിയാരെ? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? ഇനി മാത്രമല്ല, ഇത് രേഖയാണോ? സുന്നത്ത് മാസികക്കാരൻ പറയുന്നത് കേട്ടോ. അബൂലഹബിനെ സ്വപ്നം കണ്ടത് ഏതോ ഒരു ബന്ധുവാണെന്ന് വരുത്തി തീർക്കാനാണ് വഹാബി ശ്രമം. ശരിക്കും നോക്കുക. ആയിക്കോട്ടെ, യഥാർത്ഥത്തിൽ ആ സ്വപ്നം കണ്ട വ്യക്തി അബ്ബാസ് ആയിരുന്നുവെന്ന് ഫത്തുഹുൽ ബാരി വ്യക്തമാക്കുന്നുണ്ട്. ആര് കണ്ടോട്ടെ, പ്രശ്നമല്ല, അതൊന്നല്ല വിഷയം. കണ്ടോ, ഇത്തരം സ്വപ്നങ്ങൾ ദീനിൽ തെളിവല്ലെന്നാണ് മറ്റൊരു വാദം. ഇനി കേട്ടോ, പ്രവാചകന്മാരുടേതല്ലാത്ത സ്വപ്നങ്ങൾ ദീനിൽ തെളിവല്ലെന്നത് ശരിയാണ്. കണ്ടോ, പ്രവാചകന്മാരുടെ സ്വപ്നമല്ലെങ്കിൽ ദീനിൽ തെളിവല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന് പ്രമാണമായി സുന്നികൾ ഈ ഹദീസ് ഉദ്ധരിക്കുന്നില്ല എന്നോർക്കണം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഈ ഹദീസ് സുന്നികളാരും തെളിവ് ഉദ്ധരിക്കാറില്ല എന്ന് സുന്നത്ത് മാസികക്കാരൻ ഈ അബൂലഹബിൻ്റെ സംഭവത്തെ സംബന്ധിച്ച് പറയാണ്. അപ്പം ഈ മുസ്ലിയാർ സുന്നിയല്ലേ? അപ്പം ഇത് പൊക്കിക്കൊണ്ടുവന്ന ഈ വ്ളോഗുകാരൻ സുന്നിയല്ല എന്ന് നിങ്ങൾ തന്നെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നു. ഇയാൾ പുത്തൻവാദിയാണെന്നാണ് സുന്നത്ത് മാസികക്കാരൻ പറയുന്നത്. അതുകൊണ്ട് മുസ്ലിയാരെ, എന്തെങ്കിലുമൊക്കെ പഠിച്ച് മനസ്സിലാക്കി ശരിയായ സത്യമാണെന്ന് തോന്നുന്നത്, പ്രമാണങ്ങളുടെ പിൻബലമുള്ളത് ജനങ്ങളോട് പറയാം, നിങ്ങളെ പിൻപറ്റുന്ന ആളുകളോട് പറയാം. അതല്ലാതെ ഈ നിലക്ക് ഒരടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചാൽ ആയിരക്കണക്കിന് ആളുകൾ അത് സത്യമാണെന്ന് വിചാരിക്കും. അതിൻ്റെയൊക്കെ തിക്തഫലം നിങ്ങൾ പരലോകത്ത് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഉദ്ധരിച്ച സംഭവം ദീനിൽ തെളിവല്ല എന്ന് നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളും നിങ്ങളുടെ പണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞതനുസരിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. സത്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്ക് അംഗീകരിക്കാം, അത് ഉൾക്കൊള്ളാം. അതല്ല, ഇനിയും നിങ്ങൾ ഈ അന്ധവിശ്വാസവും ഈ തെറ്റായ കാര്യങ്ങളും പ്രചരിപ്പിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് പോകാം. അത്രമാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.